നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. വീട്ടിൽ തന്നെ മെഴുകുതിരി ഉണ്ടാക്കുന്നത് വളരെ രസകരമായ കാര്യമാണല്ലേ? വളരെ കളർഫുള്ളായ ഒരു കാൻഡിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ? ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒരുക്കുന്ന അലങ്കാരങ്ങൾക്ക് കളർ കൂടാൻ ഇത് സഹായിക്കും. ഗിഫ്റ്റ് കൊടുക്കാൻ വരെ സാധിക്കുന്ന ഒരു റോസ് കാൻഡിലാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് വേണ്ടത് കളർ ക്രയോൺസ്, കാൻഡിൽ വാക്സ്, ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഗ്ലാസ് ജാർ, ബട്ടർ പേപ്പർ, പശ എന്നിവയാണ്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ തയ്യാറാക്കാൻ പോകുന്ന റോസ് ഫ്ലവറിന് ഒരു തണ്ട് വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് അത് തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ മടക്കി എടുത്ത് വെക്കണം. ഇതുപോലെ റോൾ ചെയ്തെടുത്ത ന്യൂസ് പേപ്പറിന് മുകളിലായിട്ട് പച്ച നൂല് ചുറ്റിയെടുക്കാം. ഇവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായി ഇനി ഒരു ഗ്ലാസ് ബൗൾ എടുക്കുക. ഇതിലേക്ക് പകുതി ഭാഗം ചുവന്ന ക്രയോൺസ് ഒടിച്ചിടാം. ഇനി ഇതിലേക്ക് സാധാരണ മെഴുകുതിരി വാക്സ് നുറുക്കിയിട്ട് കൊടുക്കാം. മെഴുകിന്റെ അകത്തുള്ള തിരി കളയാതെ എടുത്ത് സൂക്ഷിക്കണം. ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. വാക്സും ക്രയോണും നന്നായിട്ട് ഉരുകുന്നത് വരെ ഇത് ബോയിൽ ചെയ്യണം. ഇവിടെ നല്ല റെഡ് കളറിൽ നമുക്ക് നല്ല മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് തണുക്കുന്നതിന് മുൻപ് തന്നെ ഒരു ബട്ടർ പേപ്പറിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് റോസ് ഇതളുകൾ പോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ തണ്ടിലല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്, നേരെ മറിച്ച് ഒരു ഗ്ലാസ് ജാറിലാണ് ചെയ്യാൻ പോകുന്നത്. ഇനി വാക്സ് ഇതളുകൾ ഉണങ്ങിയ ശേഷം എടുത്തു വെച്ച തിരി എടുക്കുക. ഈ തിരിക്ക് ചുറ്റുമായിട്ട് റോസാപ്പൂവിന്റെ ഇതളുകൾ പോലെ എടുത്തു വെച്ചിരിക്കുന്ന വാക്സ് ഒട്ടിച്ചു കൊടുക്കാം. തീയിൽ കുറച്ചൊന്ന് ഉരുക്കിയതിന് ശേഷം ഒന്ന് മടക്കി വേണം ഇത് ഒട്ടിക്കാനായിട്ട്. എല്ലാം തന്നെ റോസ് ഇതളുകൾ പോലെ ഒട്ടിച്ചെടുക്കാം. ഇവിടെ നല്ല ഭംഗിയുള്ള റോസാപ്പൂ പോലെ കിട്ടിയിട്ടുണ്ട്. തിരി മുകളിൽ കാണുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് ഇറക്കി വെക്കാം. ഇവിടെ നമ്മളൊരു ഗ്ലാസ് ജാറിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് കത്തിച്ചാൽ വളരെ ഭംഗിയായിരിക്കും. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ? ക്രിസ്മസ് സമയം ആയതുകൊണ്ട് തന്നെ വൈകുന്നേര സമയങ്ങളിൽ അലങ്കരിക്കാനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.